നമസ്കാരം. ഇന്ന് നമുക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഫീസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഹെബ്ബാളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹെബ്ബാളിൽ ഒരുപാട് മലയാളികളുണ്ട്. ഹായ്. ഇങ്ങനെ ഒരു ഹെബ്ബാൾ ഈ ഒരു പെർഫെക്റ്റ് ജംഗ്ഷനിലായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ എന്തെങ്കിലും കാരണം അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും. അതായത് നമ്മള് എലങ്കയിൽ നിന്ന് ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇവിടെ അറിയാലോ, ഇപ്പോൾ നല്ല ക്രൗഡഡ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ അങ്ങ് ഫുഡ് കഴിക്കാൻ വേണ്ടി വേറൊരു ആക്സസ് വലുതായിട്ട് ഇല്ല. എല്ലാം ചെറിയ ചെറിയ കടകൾ അങ്ങനെയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കഫേ സെറ്റപ്പോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് പിന്നെ അങ്ങ് നാഗവരെ എത്തണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്നും ഒരു ഫുഡിന്റെ ഉള്ള സ്പോട്ട് ഇല്ല. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ. എങ്ങനെയുണ്ട്? മലയാളി ക്രൗഡ് ഉണ്ടോ ഈ ഏരിയയിൽ? അത്യാവശ്യമുണ്ട്. ഇവിടെ അടുത്ത് മാന്യത ടെക് പാർക്ക് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ബദലേജി ചർച്ച ഉണ്ട്, അപ്പൊ അവിടെ വരുന്ന മലയാളീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡാണ്, നേരെ ജംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടുന്ന് പോകുന്ന പാസഞ്ചേഴ്സിന്റെ ഒരുപാട് മലയാളീസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്കിന്നൊരു ഉദ്ഘാടനം കഴിഞ്ഞു. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പം ഫീസ്റ്റ് സ്പോട്ട് എന്നാണ് പറയുന്നത്. ഹെബ്ബാളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹെബ്ബാളിൽ നമ്മുടെ ഒരുപാട് മലയാളികളുണ്ട്. ഞാൻ ഈ ഏരിയയിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ഈ മാന്യത ടെക് പാർക്ക് എന്ന് പറയുമ്പോൾ ഇതിന് എത്ര ദൂരത്തിലുണ്ടാവും? ഇവിടുന്ന് ഒരു 4 കിലോമീറ്റേഴ്സ്, 3-4 കിലോമീറ്റർ മാക്സിമം. ഓക്കെ, ഇതൊരു ജംഗ്ഷനാണ് ഹെബ്ബാളിന്റെ. ഞാൻ ഈ ഒരു ജംഗ്ഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷന്റെ. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നല്ല ജ്യൂസ്, ചായ ഉണ്ടോ? ചായ ഇല്ല, നമുക്ക് കോഫീസ് ആണ് വരുന്നത്. കോഫീസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ ഐറിഷ് കോഫി ഒക്കെ ഉണ്ട്, പിന്നെ സ്മൂത്തീസ് ഉണ്ട്, പിന്നെ ബർഗർ, സാൻഡ്വിച്ച്, മോമോസ്, വെറൈറ്റി, അതിന്റെ എല്ലാം വെറൈറ്റീസ് ഉണ്ട് ഒരുപാട്. കോഫി തന്നെ ഒരുപാട് വെറൈറ്റി കോഫീസ് ഉണ്ട്. പിന്നെ ജ്യൂസസ്, സ്പെഷ്യൽസ് ഉണ്ട്. എന്താണ് ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണോ അല്ലെങ്കിൽ? നമ്മൾ ഞാനും വേറെ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡാണ്. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും പോകുമ്പോഴും പെട്ടെന്ന് അവിടെ നോക്കുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ട് പെട്ടെന്ന് എന്താ ഒരു ജ്യൂസോ ഒരു ബർഗറോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ വന്നത്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇത് റെഡി ടു, നമുക്ക് വലിയ കിച്ചണൊന്നും അതിന് ആവശ്യമില്ല. അപ്പൊ ആ ഒരു രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും അതിന്റെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചേർന്നിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു കഫേ എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് റാപ്സ്, ബർഗർ, സാൻഡ്വിച്ച്, കോഫീസ്, മോമോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബബിൾ ടീ ഉണ്ട്, ബോബ ടീ ഉണ്ട്. അതുപോലെ തന്നെ കോഫീസിന്റെ തന്നെ വെറൈറ്റി പലതരം കോഫീസ് ഉണ്ട്. പിന്നെ ഫ്രാപ്പിച്ചിനോ ആണ് നമ്മുടെ ഒരു മെയിൻ സംഭവം. ഈ ഒരു സംരംഭം റെഡി ആയി എടുക്കാൻ കുറച്ച് സമയം എടുത്തോ? അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 3-4 മന്ത്സ് നമ്മൾ എടുത്തിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയത്, ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അപ്പം ഞാൻ എന്താ പറയുക, കുറെ ആൾക്കാർ ഒരു റെസ്റ്റോറന്റ് പുതിയതായിട്ട് തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ടാവില്ല. അത് കാരണത്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറ്. അതിനൊക്കെ തരണം ചെയ്യാനുള്ള ലെവലിലേക്ക് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയാണ് നമുക്ക് ഇതിനൊരു മോട്ടിവേഷൻ ഒക്കെ തന്നത്. അപ്പം പുള്ളി നാട്ടിൽ ഈ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ബേസിൽ നമുക്ക് പുള്ളിയുടെ ഐഡിയാസ് തന്നു. പിന്നെ നമ്മളും ഓഫ്കോഴ്സ് നമ്മൾ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത് മാക്സിമം നോക്കി നമ്മൾ അതിന് വേണ്ടി നല്ല കുറേ സ്റ്റഡി നടത്തി. പിന്നെ ഓരോ സാധനം, ഓരോ ബ്രാൻഡും ഏത് കമ്പനിയുടെയാണ് അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കി, നല്ല കമ്പനീസ്, നല്ല ടേസ്റ്റ് ഉള്ള, നമ്മൾ നല്ല ക്വാളിറ്റി ഫുഡ് അതേപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക. ഈവൻ ജ്യൂസ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സംഭവങ്ങളായാലും ബ്രദർ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ആ ഒരു സംഭവം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവരുടെ ഈ ഫീസ്റ്റ് സ്പോട്ട് ഹെബ്ബാളിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാം വരിക, ഇവരെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, മൺഡേ. ഇന്ന് ഡേറ്റ് വരുന്നത് 9-ാം തീയതിയാണ്. അപ്പം December 9 മൺഡേ ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഹെബ്ബാളിലുള്ള എല്ലാ മലയാളികളെയും ഞാൻ ക്ഷണിക്കുന്നു. നമ്മൾ വന്നു, ഇവരെ കൂടെ കൂടി ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ സമയം 6 മണിയായിരുന്നു. നമുക്കൊരാളെയും പെട്ടെന്ന് കിട്ടൂല. ഇവിടെ ഉള്ളവരെ സുഹൃത്തുക്കളും ഇവിടെ ഉള്ള ആളുകളും മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും ജോലി തിരക്കിലായിരിക്കും, പ്രത്യേകിച്ച് മൺഡേ കൂടി അതുകൊണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൊക്കേഷനിൽ ഉള്ളവരാണെങ്കിൽ നല്ലൊരു ബർഗർ കഴിച്ച്, അല്ലെങ്കിൽ സാൻഡ്വിച്ച് കഴിച്ച്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് ഉദ്ഘാടനത്തിൽ പങ്കുചേരുക. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു വഴിക്ക് പോകുന്നവരാണെങ്കിലും എന്തായാലും കയറണം ഞാൻ പറയാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ മലയാളികളുടെ മീൻസ് ലൈക്ക് ഇങ്ങനത്തെ ഓരോ ബിസിനസ്സുകളെയും നമ്മൾ തന്നെ വേണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ടും ഇതിനാവശ്യമാണ്. എല്ലാവരുടെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുക. താങ്ക് യു. ഇതെന്താ? ഐറിഷ് കോഫി. ഐറിഷ് കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിട്ടിയത് ഐറിഷ് കോഫിയാണ്. നമുക്ക് ഇവിടെ ഈ ഫ്ലേവർ കിട്ടാൻ പാടാണ്. ഐറിഷ്, റെഡ് വെൽവെറ്റ്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് നമുക്ക്. ഓക്കെ. കൊള്ളാം.
ചോക്ലേറ്റ് ബബിൾ ടീ ബബിളായിട്ട് കിടക്കുന്നതല്ല അതാണ് ബബിൾ ചോക്ലേറ്റ് ബബിൾ സ്പെഷ്യൽ ഷേക്ക് പോലെ ഉണ്ട് നമ്മൾ സാധാരണ ഷേക്ക് നല്ലുണ്ടോ? ചിക്കൻ അല്ലേ? കുറച്ചുകൂടി സ്പൈസി കൂട്ടിയാൽ നല്ലതുണ്ട്. സ്പൈസി അല്ലേ? അതിന്റെ ഇനി ഒരു ചട്നി കൂടി ഇതിന്റെ വരാനുണ്ട്, സ്പൈസിന്റെ. പക്ഷെ നന്നായിട്ടുണ്ട്.